ഹലോ, കേരള രുചിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഉലുവാക്കഞ്ഞിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി നാളെ കഴിഞ്ഞ കർക്കിടകം ഒന്നായി. കർക്കിടക മാസത്തിലൊക്കെ ഇങ്ങനെ എന്തെങ്കിലും മരുന്ന് കഞ്ഞിയോ എന്തെങ്കിലുമൊക്കെ കുടിക്കും നമ്മൾ. അപ്പം അതിന് ഒക്കെ കുടിക്കാൻ നല്ല ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഞാനിവിടെ പച്ചരിയാണ് എടുത്തേക്കണേ കേട്ടോ. നമുക്ക് വേണമെങ്കിൽ നവരരി ഒക്കെ ഉപയോഗിക്കാം. ഇത് ഇതിനൊരു പാത്രം ഉലുവ ഇന്നലെ രാത്രി നമ്മൾ കിടക്കുമ്പോൾ വെള്ളത്തിലിട്ടതാണ്. അപ്പം ആദ്യം അത് ചെയ്യണം കേട്ടോ. പച്ചരി നമ്മൾ ഇത് വേവിക്കാൻ നേരത്ത് എടുത്ത് കഴുകി അപ്പിട്ടാൽ മതി. ഇപ്പം ഇതിന് 2 കയ്യിൽ പച്ചരിയാണ് ഇത് കേട്ടോ. അപ്പം ഇത് രണ്ടും കൂടി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പൊ നമുക്ക് ആദ്യം ഉലുവിട്ട് കൊടുക്കാം. ഇത് കാലത്ത് തന്നെയാണ് കഴിക്കുക കേട്ടോ. അപ്പൊ നമുക്കിതിലേക്ക് പച്ചരി കൂടി, പച്ചരി കഴുകിയെടുത്തതാണ് കേട്ടോ. ഇനി ഇത് വേവാനുള്ള വെള്ളം നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് വേവാനുള്ള വെള്ളം നമുക്ക് കുക്കർ അടച്ച് അടുപ്പത്ത് വെച്ച് കൊടുക്കാം. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കുക. കുക്കർ വെച്ച് കൊടുക്കുക. ഇത് നല്ല ഹൈയിലിട്ടിട്ട് 1 വിസിൽ കൊടുക്കുക. പിന്നെ ഒരു 4-5 വിസിൽ സിമ്മിലിട്ടിട്ട് കൊടുക്കുക കേട്ടോ. ഉലുവ നന്നായി വെന്ത് കിട്ടണം. അപ്പം നമുക്കിതിലേക്ക് കുറച്ച് ചുക്കും ജീരകവും പൊടിച്ചെടുക്കുക. ജീരകം 1 ടീസ്പൂൺ ചേർക്കുക കേട്ടോ. കുറച്ച് കൂടുതൽ ചേർക്കുക. പിന്നെ ഒരു 3-4 കഷ്ണം ചുക്കാണിത്. നമുക്കിതൊന്ന് പൊടിച്ചെടുക്കുക. അപ്പം നമ്മളിത് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ചുക്കും ജീരകവും. നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. അതിലേക്ക് ഇത് അരമുറി തേങ്ങയാണ് കേട്ടോ. അപ്പം ഇത് ഇട്ട് കൊടുക്കുക. ഇതിൻ്റെ തേങ്ങാപ്പാൽ എടുക്കുക. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. അപ്പം നമ്മളിത് തേങ്ങാപ്പാൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പിഴിഞ്ഞെടുക്കണം. കുക്കറിൽ വെച്ച അരി എങ്ങനെയാണ് നോക്കുക. അരിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് നമ്മൾ 2 വലിയ അച്ചുവെല്ലാം ഉരുക്കിയെടുത്തതാട്ടോ. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. നമുക്കിത് അടുപ്പത്ത് വെച്ചൊന്ന് ഒരു 5 മിനിറ്റ് നേരം വേവിക്കാം. ശർക്കരപ്പാനിയൊക്കെ അതിലൊന്ന് പിടിക്കണ വരെ. നമുക്ക് സ്റ്റവ് കത്തിച്ച് കൊടുക്കാം. കുക്കറും വെച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുക. അപ്പം നമുക്കിതിലേക്ക് ചുക്കും ജീരകവും പൊടിച്ചത് ഇടാം കേട്ടോ.
ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചാൽ പിന്നെ തിളപ്പിക്കണ്ട കേട്ടോ. ഇത് ഒറ്റ പാല് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ തേങ്ങയുടെ. അപ്പം നമുക്കിത് ഒഴിച്ചു കൊടുക്കാം. നമുക്കിത് വാങ്ങി വെക്കാം. ഇനി തിളക്കേണ്ടത് ചൂടിൽ ഇരുന്നിട്ട് തന്നെ അത് റെഡിയാവും. നമുക്കിത് ഒരു ചീഞ്ചട്ടി വെച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് ഒരു പിടി ചുവന്നുള്ളി, ഒരു 10-15 ചുവന്നുള്ളി ഉണ്ട് കേട്ടോ, അത് അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. അപ്പം മതി. നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ഉള്ളി ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഈ കഞ്ഞി ഇതിലേക്ക് മാറ്റാം. നമുക്ക് ഈ ഉള്ളി മൂപ്പിച്ചത് ഇതിലിട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ഉലുവാക്കഞ്ഞി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഈ കർക്കിടക മാസത്തിലൊക്കെ ഒരു 3-4 ദിവസം കഴിക്കാട്ടോ അത്. നമ്മുടെ ഉലുവാക്കഞ്ഞി എല്ലാവരും ഉണ്ടാക്കി നോക്കുക.